മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായിതു ചെയ്തിടുവിൻ. എന്നാമത്തിൽ നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായിതു ചെയ്തിടുവിൻ. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാൻ ബലിയർപ്പിക്കാം. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാൻ ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. ഈശ്വരേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണു ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. പരിശുദ്ധമായി ബലി അർപ്പിക്കുമ്പോൾ അവിടുത്തെ സ്നേഹത്തിൽ നമ്മളെ ഒന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലി എളിമയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ ദിവസം ഏറ്റവും പരിശുദ്ധമായിട്ട് ആഘോഷിക്കുവാനായിട്ട്, ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ദിവസത്തെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധമായ അൾത്താരയിൽ ഈ ദിവസം ഇന്ന് ജീവിതത്തിൽ വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കാം. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നവർ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവർ, പുതിയ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ ഈ ദിവസം ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്താൽ കാരുണ്യത്താൽ നമ്മെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഏറെ അനുതാപത്തോടുകൂടെ ദൈവ തിരുമുൻപിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, ആദരമങ്ങയെ വാഴ്ത്തുന്നു. ദൈവസൂനുവേ, കർത്താവാം യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, ആദരാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ പിന്തുടരുവാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. നിന്നോടൊന്നിച്ചു വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അതുമാത്രമാണ് അവനുള്ള പുതപ്പ്. തൻ്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. ഞാൻ കരുണയുള്ളവനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവവും എനിക്ക് അഭയവും തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. അങ്ങനെ നിങ്ങൾ മെക്കോദോനിയയിലും അക്കായിയായിലും ഉള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരുന്നു. എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മെക്കോദോനിയയിലും അക്കായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല. ഞങ്ങൾക്ക് ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സ്നേഹിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനു വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ
എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്നു കേട്ടപ്പോൾ ഫരിസയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, തീർത്തും ലളിതമായ ഒരു ഹലോ പറച്ചിൽ അല്ലെങ്കിൽ ഒരു ഹായ് പറച്ചിൽ ചില നേരങ്ങളിൽ നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റി മറിക്കാറുണ്ട്. തീർത്തും ലളിതമായ ഒരു ഹലോ പറച്ചിൽ അല്ലെങ്കിൽ ഹായ് പറച്ചിൽ നമ്മുടെ അതുവരെയുള്ള ജീവിതത്തെ ചിലപ്പോൾ മാറ്റി മറിച്ചേക്കാം. ഈ ദിവസങ്ങളിലെ പലതരത്തിലുള്ള കടലാസ് വാർത്തകളിൽ ദുഃഖിപ്പിക്കുന്ന പല വാർത്തകൾ ഉണ്ടായപ്പോഴും കണ്ണുടക്കി നിന്ന ഒരു നല്ല കടലാസ് വാർത്തയായിരുന്നു ഇത്. ചില നേരങ്ങളിലെ ഹലോ പറച്ചിൽ, അതിൻ്റെ പ്രാധാന്യം, സ്നേഹത്തോടെയുള്ള ഒരു ചെറുവാക്കിന് പോലും നമ്മുടെയൊക്കെ ജീവിതത്തെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള വാക്കുകൾ, പ്രവൃത്തികൾ, ഇതെല്ലാം ആന്തരികമായിട്ടുള്ള നമ്മുടെ മുറിവുകളെ, ശാരീരികമായിട്ടുള്ള മുറിവുകളെ എല്ലാം സുഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഒരു സ്നേഹത്തിൻ്റെ വൈദ്യനായിട്ട് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്നേഹത്തിൻ്റെ വൈദ്യൻ, സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴടക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനായിട്ട് സുപ്രധാനമായിട്ടുള്ളൊരു കൽപ്പന നിനക്കുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ആ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വൈദ്യൻ. സ്നേഹമാണ് ഈ വൈദ്യൻ്റെ ഏറ്റവും വലിയ ഔഷധം. അതുകൊണ്ട് തന്നെ ഈ വൈദ്യന് ഒന്നും ഒരു തടസ്സമാകുന്നില്ല, പ്രതിബന്ധമാകുന്നില്ല. കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ആഴമുള്ള ഒരു മനസ്സുണ്ട്, ആഴത്തിൽ സ്പർശിക്കാനായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്, കാണാത്തത് കണ്ടുപിടിക്കുവാനായിട്ടുള്ള ഒരു കണ്ണുണ്ട്, കേൾക്കാത്തത് കേൾക്കാനായിട്ടുള്ള ഒരു കാതുണ്ട്. ഈ സ്നേഹവൈദ്യൻ്റെ സുവിശേഷം ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ
ദൈവത്തോട്, ഈശോയോട് ആത്മാർത്ഥമായിട്ട് ഒരു ഹലോ അല്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ജീവിതത്തെ ഒന്നുകൂടെ മാറ്റിമറിക്കുവാനായിട്ട് ഈശോയോടുള്ള ഒരു ഹലോ പറച്ചിൽ അല്ലെങ്കിൽ ഒരു ഹായ് പറച്ചിൽ നമ്മെ സഹായിക്കട്ടെ. ഇതുപോലെ ചില അവസരങ്ങളിൽ, മുറിവേറ്റ് കിടക്കുന്ന അവസരങ്ങളിൽ ചില വാക്കുകൾ, ചില മനുഷ്യർ നമ്മളെ ഇങ്ങനെ തൊട്ട് സുഖപ്പെടുത്താറുണ്ട്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നതും അത്തരത്തിലുള്ള വ്യക്തികളാകാനായിട്ടാണ്. സ്നേഹം കൊണ്ട് നമ്മെ കീഴടക്കുന്ന, സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന മനുഷ്യരാകുവാനായിട്ട്. ഇങ്ങനെ പഴയ നിയമത്തിൽ ഇത്തരത്തിൽ ആന്തരികമായിട്ടും ശാരീരികവുമായിട്ട് തന്നെ മുറിപ്പെടുത്തുന്ന സഹോദരരെ സ്നേഹം കൊണ്ട് വീണ്ടും ഒരു ഹലോ പറച്ചിലുകൊണ്ട്, ഹായ് പറച്ചിലുകൊണ്ട് കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, സ്വപ്നക്കാരനായിട്ടുള്ള മനുഷ്യൻ, തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ആ വലിച്ചെറിയപ്പെടല് മറ്റൊരു ഉയരത്തിലേക്ക് ഈ മനുഷ്യനെ വഴി നടത്തുമ്പോഴും തൻ്റെ സഹോദരങ്ങളെ വലിയ ക്ഷാമത്തിലും മറക്കാതെ പോകുന്ന ഒരു സഹോദരനാണ് ഈ ജോസഫ്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 21-ാമത്തെ വാക്യങ്ങളിൽ ഈ സഹോദരൻ തൻ്റെ സഹോദരങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു അവസരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. ജോസഫ് പറയുന്ന ഏറെ സ്നേഹത്തോടെ വീണ്ടും ഒരു ഹലോ പറച്ചിലിനു ശേഷം, ഹായ് പറച്ചിലിനു ശേഷം തൻ്റെ സഹോദരങ്ങളോട് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. ഒരുപാട് മുറിവേറ്റ മനുഷ്യനാണ്. സ്വന്തം സഹോദരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യൻ വീണ്ടും സ്നേഹം കൊണ്ട് തൻ്റെ അയൽക്കാരെ സ്വന്തമാക്കുകയാണ്. ഇതിന് തൊട്ടു മുന്നത്തെ വചനത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. തൻ്റെ സഹോദരങ്ങളോടായിട്ട് ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു, പക്ഷേ ദൈവം ആ തിന്മയെ നന്മയാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരുവൻ ചെയ്ത തിന്മയെ പോലും നന്മയാക്കി മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വൈദ്യൻ്റെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹം കൊണ്ട് സ്വന്തമാക്കുവാനായിട്ടാണ് സുവിശേഷം പറയുക. നിന്റെ അയൽക്കാരനോ നിന്റെ ബന്ധുക്കളോ ആരൊക്കെയും ആയിക്കോട്ടെ, ഏതൊക്കെ തരത്തിൽ ആന്തരികമായിട്ടും ശാരീരികമായിട്ടും മുറിവേൽപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ സ്നേഹമെന്ന പ്രധാനപ്പെട്ട കൽപ്പന നൽകി ദൈവം അവരെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ തിന്മ നിനക്ക് ഭവിച്ചാലും അതൊക്കെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടറിപ്പോയ നിങ്ങളുടെ സൗഹൃദങ്ങളെ, സ്നേഹബന്ധങ്ങളെ, ആത്മബന്ധങ്ങളെ ഒന്നുകൂടി കൂട്ടിയോജിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം തന്നോട് ചേർന്നു നിൽക്കുന്നവനെ ഇപ്രകാരം അനുഗ്രഹിക്കുക. ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുൻപായിട്ട്, തുടങ്ങുന്നതിന് മുൻപായിട്ട് നിയമാവർത്തന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനം പറഞ്ഞുകൊണ്ടാണ്, ധ്യാനിച്ചുകൊണ്ടാണ് ഈ വലിയ കൃപയുടെ ബലിയിലേക്ക് നാം പ്രവേശിക്കുക. വചനം ഇപ്രകാരം, ദൈവം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അചഞ്ചലമായ സ്നേഹം, ദൈവത്തോട് ആരൊക്കെ ചേർന്നു നിൽക്കുന്നുവോ അവരോടൊക്കെ അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ ആരൊക്കെ എന്ത് തിന്മ ചെയ്താലും അവയെല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഹായ്, ഒരു ഹലോ, അതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ദൈവം ഇന്നത്തെ ഒരു ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ഏറെ ഭക്തിയോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവനാഥാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിരവധിയായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം നന്മയാക്കി മാറ്റുന്ന, കൃപയാക്കി മാറ്റുന്ന, കരുണയാക്കി മാറ്റുന്ന ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും കർദിനാൾമാരെയും മെത്രാപോലീത്തമാരെയും എല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ എന്നിവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും സഭയെ അന്ധകാര ശക്തികളിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന ഉറച്ച ബോധ്യം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വേഗതയേറിയ ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ മാതാപിതാക്കളുടെ വാത്സല്യവും സ്നേഹവും പരിഗണനയും ലഭിക്കാതെ പോകുന്ന എല്ലാ കുഞ്ഞുമക്കളുടെയും ഹൃദയങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നുമൊഴുകുന്ന സ്നേഹാഗ്നി ജ്വാലയാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിനയാന്വതനായ നാഥ, ഞങ്ങളിൽ അഹന്തയും അഹങ്കാരവും നിഗളവും കടന്നു വരുമ്പോൾ പെസഹ നാളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ അങ്ങയുടെ എളിമയുടെ ഉദാത്ത മാതൃക ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഉന്നതികളും ബഹുമതികളും ഞങ്ങളെ തേടി വരുമ്പോൾ വിനയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധമായ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്, ഈ ദിവസം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്, വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളിലേക്ക് നയിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, കടബാധ്യതകൾ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം ഈശോയുടെ കരുണയ്ക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമീ തിരു സന്നിധിയിൽ, അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമീ തിരു സന്നിധിയിൽ, ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ ഇന്നിതു സ്വീകരിക്കൂ അനു
സ്വീകരിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ, ഇന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ പങ്കിളമായൊരൻ മാനസവും ചങ്ങിലെ മോഹവും ദുഃഖങ്ങളും പങ്കിളമായൊരൻ മാനസവും ചങ്ങിലെ മോഹവും ദുഃഖങ്ങളും ചേർത്തിടും നീ തിരു സന്നിധിയിൽ ചെറിയവനെന്നെയും സ്വീകരിക്കൂ. ചേർത്തിടും നീ തിരു സന്നിധിയിൽ ചെറിയവനെന്നെയും സ്വീകരിക്കൂ, സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരിമഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേക്കുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമലവേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം അർത്ഥഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിവർ ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാലമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ
അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും, നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ സകല മരിച്ച വിശ്വാസികളെയും അങ്ങ് ദയാപൂർവം ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിനു സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അംബ്രോസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Paritsum et cum ipso et in ipso Esti Deo Patri omnipotendi in unitate Spiritus Sancti omnes honor et gloria per omnia saecula saeculorum. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് സന്തോഷത്തോടു കൂടെ ഈശോയുടെ സമാധാനം പരസ്പരം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീരരക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യവുമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. എന്റെ സമർപ്പണം തന്നിൽ നിന്നൊരു പിടി ഇന്നു നീ സ്വീകരിച്ച പാഴ്ക്കുടിലാക്കുമെൻ ആത്മാവിന്നാലയം പൂമേടയായി മാറും, പൂമേടയായി മാറും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശകൾ
അവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളിൽ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ എന്നും സ്നേഹം കൊണ്ട് ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിന്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം.